അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധമായ ഖുർആനിലെ ചില ആയത്തുകളുടെ പ്രത്യേകതകളെ കുറിച്ചാണ്, ചില സൂറത്തുകളുടെ മഹത്വങ്ങളെ കുറിച്ചാണ് നമ്മൾ ഹദീസുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മിനൽ ഖുർആനി സൂറത്തുൻ 30 ആയ ഷഫഅത്ത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു വഹിയ തബാറകല്ലദി ബിയദിഹിൽ മുൽക്ക്. വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, 30 ആയത്തുകളുള്ള ഒരു സൂറത്ത്. ഷഫഅത്ത് ലിറജുലിൻ, വേറെ റിവായത്തിലുള്ള തശ്ഫഉ ലിറജുലിൻ, ഒരാൾക്ക് അത് ഷഫാഅത്ത് ചെയ്യും. ഹത്താ ഗുഫിറ ലഹു, അയാൾക്ക് പൊറുക്കപ്പെടുന്നത് വരെ. വഹിയ തബാറകല്ലദി ബിയദിഹിൽ മുൽക്ക്, സൂറത്തുൽ മുൽക്കാണ്. തബാറകല്ലദി ബിയദിഹിൽ മുൽക്ക് എന്നുകൊണ്ട് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക് എന്നറിയപ്പെടുന്ന സൂറത്താണ്. 30 ആയത്തുകളുള്ള. അതിന് ഖബറിലെ ശിക്ഷയിൽ നിന്ന് മോചനം നേടുന്ന ആയത്ത് എന്നൊക്കെ അതിന് പേരുണ്ട്. അപ്പോൾ സൂറത്ത് മുൽക്ക് എല്ലാ രാത്രികളിലും, പ്രത്യേകിച്ചും മഗ്രിബിന്റെ ശേഷം പതിവാക്കുന്നത് പുണ്യമാണെന്ന് ആണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്തിന്റെ പ്രത്യേകത നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി മസ്ഊദ് അൽ-ബദരി റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാഹു, ആരെങ്കിലും സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത് ഒരു രാത്രിയിൽ ഓതിയാൽ കഫതാഹു, അയാൾക്ക് അന്നേക്ക് അത് മതി, ആ 2 ആയത്തുകൾ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും തങ്ങളുടെ സഹീഹുകളിൽ റിവായത്ത് ചെയ്ത ഹദീസാണിത്. ആഖിറു സൂറത്തുൽ ബഖറ എന്ന് പറഞ്ഞാൽ അമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി എന്ന് തുടങ്ങുന്ന ആയത്ത്, അതിനുശേഷമുള്ള ആയത്തും. അത് 2 ആയത്തുകളാണ് സൂറത്തുൽ ബഖറയുടെ അവസാനം. അത് രണ്ടും ഓതുന്നത് ഒരാൾക്ക് ഒരു രാത്രിയിൽ മതി. വിശുദ്ധമായ ഈ 2 ആയത്തുകളും റാത്തീബുൽ ഹദ്ദാദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ വാരിദായ ദിക്റുകൾ ഒരു ഇജാസത്ത് പ്രകാരം സമാഹരിച്ച മഹാനായ അബ്ദുല്ലാഹി ബിൻ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ റാത്തീബുൽ ഹദ്ദാദിൽ ഇത്തരം സമാഹരിച്ച കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതായി സമാഹരിച്ചതാണ് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ, ആമനർ റസൂൽ തുടങ്ങുന്ന ആയത്ത്. അതിന്റെ വേറെ അർത്ഥം വിശദീകരിച്ചത് വഖീല ഖഫതാഹു അൽ മക്റൂഹ തിൽക ലൈല, അന്നത്തെ രാത്രിയിൽ അവർക്ക് ഓതിയ ആൾക്ക് വെറുക്കപ്പെടുന്ന ഒന്നും ഉണ്ടാവില്ല. വഖീല പറയപ്പെട്ടിരിക്കുന്നു ഖഫതാഹു മിൻ ഖിയാമിൽ ലൈൽ, ഇനി അഥവാ ഖിയാമുൽ ലൈൽ രാത്രിയുടെ നിസ്കാരം മറന്നുപോയാലും അതിനു പകരമാകാൻ, അതിന്റെ സ്ഥാനത്തു നിൽക്കാൻ ഈ 2 ആയത്തുകൾ മതിയെന്നും അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബർസ്ഥാനാക്കരുത്, അഥവാ ഒരു പാരായണമൊന്നുമില്ലാത്തൊരു സ്ഥലമാക്കരുത്. ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, നിശ്ചയമായും ശൈത്താൻ ഓടിപ്പോകും സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന ഒരു വീട്ടിൽ നിന്ന് ശൈത്താൻ, പിശാച് ഓടിപ്പോകും. അതുകൊണ്ട് സൂറത്തുൽ ബഖറയെ പതിവാക്കാൻ, സൂറത്തുൽ ബഖറ സ്ഥിരമായി ഓതുന്ന ഒരു ആയത്തായിട്ട്, ഒരു സൂറത്തായിട്ട് സൂറത്തുൽ ബഖറയെ ഉൾപ്പെടുത്താനുള്ള അധ്യാപനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ആയത്തിൽ നിന്ന്, ഈ ഒരു ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അൻ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ അബൽ മുൻദിർ അതദ്രി അയ്യ ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ദം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നന്നായി പാരായണം ചെയ്യുന്ന, ഖുർആൻ ആഴത്തിൽ പഠിക്കുകയും കാണാതെ പഠിക്കുകയും ചെയ്തിരുന്ന ഒരു പ്രമുഖ സഹാബിവരനായിരുന്നു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൽ മുൻദിർ, നിങ്ങൾക്കറിയുമോ അയ്യ ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ദം, നിങ്ങളുടെ കൂടെയുള്ള അല്ലാഹുവിന്റെ കിതാബ്, നിങ്ങളുടെ കയ്യിലുള്ള അല്ലാഹുവിന്റെ കിതാബ്, ഗ്രന്ഥം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഖുർആൻ സമാഹരിക്കപ്പെട്ടില്ല, ഹിഫ്ലാൻ എല്ലാവർക്കും. ആഴം ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്നറിയോ? ഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, ആയത്തുൽ കുർസിയാൻ. ഫളറബ ഫീ സദ്രി, അപ്പന്റെ നെഞ്ചിലൊന്ന് നബിന്റെ അടിച്ചു. അതാ സന്തോഷം, ശരി പറഞ്ഞ സന്തോഷം. വഖാല, തങ്ങൾ പറഞ്ഞു, ലിഹ്നികൽ ഇൽം യാ അബൽ മുൻദിർ, ഹനി അംബിക്ക എന്നർത്ഥം, നിങ്ങൾ സന്തോഷം, നിങ്ങൾ അഭിനന്ദിക്കുന്നു എന്നർത്ഥം, നിങ്ങൾക്ക് ആനന്ദിക്കാം. ഈ ഒരു ഇൽമ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന, ആഹ്ലാദമുണ്ടാക്കുന്ന ഒരു അറിവാണത്. ആയത്തുൽ കുർസി ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആയത്താണ്.
അപ്പോ ഓരോ ആയത്തുകളെ കുറിച്ചും ആയത്തുൽ കുർസിയുടെ പ്രത്യേകത, ആമന റസൂൽ തുടങ്ങിയതിന്റെ പ്രത്യേകത, അതുപോലെ തന്നെ ഫാത്തിഹ സൂറത്തിന്റേത്, സൂറത്തുൽ ഇഖ്ലാസിന്റേത്, സൂറത്തുൽ മുഅവ്വിദത്തൈൻ ഖുൽ റബ്ബിൽ ഫഖിന്റെയും ഖുൽ ബി റബ്ബിൻ നാസിന്റെയും, അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക്, ഇങ്ങനെ പ്രധാനമായി ഓതുന്ന ഒരുപാട് സൂറത്തുകളുടെ ആയത്തുകളുടെ പ്രത്യേകത. ഈ ആയത്തുൽ കുർസിന്റെ ഒരു പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രധാനമായി പറഞ്ഞ ഒന്ന്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഏൽപ്പിച്ചു ബിഹിഫ്ളി സക്കാത്തി റമളാൻ, റമളാൻ മാസത്തിലെ സക്കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. ഫഅതാനിയാത്തുൻ, അഥവാ ഫിത്ർ സക്കാത്തിന്റെ ഇതൊക്കെ മുതൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. ഫഅതാനി ആത്തിൻ, ഒരാളിന്റെ അടുത്ത് വന്നു. ഫജഅല യഹ്സു മിനത്താം, ഭക്ഷണത്തിൽ ഇങ്ങനെ വാരി എടുക്കാൻ തുടങ്ങി, ചോദിക്കാണ്ട് എന്നെ സമ്മതമില്ലാണ്ട് എടുക്കാൻ തുടങ്ങി. ഫഅഖദ്തുഹു, അപ്പൊ ഞാൻ മൂപ്പരെ പിടിച്ചു. ഫഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, അർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും ഞാൻ നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോകും, നബിന്റെ അടുത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. കാല, അപ്പൊ മൂപ്പര് ഇങ്ങനെ പറഞ്ഞു, ഇന്നീ മഹ്താജ്, എനിക്ക് ഭയങ്കര ആവശ്യക്കാരനാണ്, ഞാൻ ഭയങ്കര പ്രയാസത്തിലാണ്, അലയ്യ അയ്യാൽ, എനിക്ക് കുടുംബമൊക്കെ ഉണ്ടോ, ബി ഹാജത്തുൻ ഷദീദ്, എനിക്ക് വല്ലാണ്ട് ആവശ്യമുള്ള ഒരാളാണ് ഞാൻ. ഫഖല്ലൈതു അൻഹു, എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ മൂപ്പരെ വിട്ടയച്ചു. ഫഅസ്ബഹതു, രാവിലെ ആയപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിച്ചു, യാ അബൂ ഹുറൈറ മാ ഫഅല അസീറു കൽബാരിഹ, ഇന്നലെ എന്താണ്ടായി, ഒരാളെ പിടിച്ചിട്ട് എന്താണ് ഉണ്ടായത് എന്ന് ചോദിച്ചു. അപ്പോ ഖുൽതു യാ റസൂലല്ലാഹ് ശകാ ഹാജതൻ വഇയാലൻ ഫറഹിംതുഹു ഫഖല്ലൈതു സബീലഹു, മൂപ്പര് ഞാൻ പിടിച്ചപ്പോ മൂപ്പർക്ക് പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, കുടുംബം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് കരുണ തോന്നി, ഞാൻ വെറുതെ വിട്ടു. ഫഖാല, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അമ്മ ഇന്നഹു ഖദ് കദബക വസയഉദു, മൂപ്പര് എന്നോട് നിങ്ങളോട് കളവ് പറഞ്ഞതാണ്, ഇനിയും വരും. പിറ്റേ ദിവസവും ഞാൻ കാത്തിരുന്നു, പിറ്റേ ദിവസം വന്നു, പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം വന്നു. അങ്ങനെ മൂന്നാമത്തെ ദിവസം പിടിച്ചപ്പോ ഹദീസിന്റെ അവസാനം ഫഖാല, മൂന്നാമത്തെ ദിവസം മൂപ്പരെ മൂപ്പര് പറഞ്ഞു, ദാനി, എന്നെ ഒഴിവാക്കി തരും, ഫഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞങ്ങൾക്ക് കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചു തരാം, യൻഫഉക അല്ലാഹു ബിഹ, അല്ലാഹു ആ വാക്കുകൾ കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. ഖുൽതു, ഞാൻ ചോദിച്ചു, മാഹുന്ന, ഏതാണ് ആ കലിമാത്തുകൾ? ഖാല, അപ്പൊ ഈ വന്ന മനുഷ്യനോട് പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫിറാശിക, ഉറങ്ങാൻ പോയാൽ ഫഖറ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി ഓതിക്കൊള്ളണ്ടി, ഫഇന്നഹു ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിൽ, ആ ആയത്തുൽ കുർസി അള്ളാഹുവിങ്കിൽ നിന്ന് നിങ്ങൾക്കുള്ളൊരു ഹാഫിലായിട്ട്, നിങ്ങളുടെ ഒരു സംരക്ഷകനായിട്ട് അള്ളാഹു പറഞ്ഞയക്കുന്ന ഒരു ഹാഫിലായി അത് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കും. വലാ യഖ്റുബുക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ്, പ്രഭാതത്തിലാകുന്ന ഒരു ശൈത്താനും നിങ്ങളെ ശല്യം ചെയ്യാൻ നിങ്ങളുടെ അടുത്തേക്ക് വരൂല. ഫഖല്ലൈതു സബീലഹു, അപ്പൊ ഇങ്ങനെ ഒരു വിവരം പറഞ്ഞത്, മൂന്നാമത്തെ ദിവസം ഞാൻ മൂപ്പരെ വിട്ടയച്ചു. ഫഅസ്ബഹതു, പ്രഭാതത്തിലായി ഞാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേപോലെ എന്നോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായി? അപ്പൊ ഞാൻ വിട്ടയച്ചു. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു സാധനം മൂപ്പര് പഠിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞപ്പോ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമ്മ ഇന്നഹു ഖദ് സദഖക, മൂപ്പര് ഈ പറഞ്ഞത് ബാക്കിയുള്ള ദിവസമൊക്കെ ഇനി വരൂല എന്ന് പറഞ്ഞു പോയതൊക്കെ കുടുംബവും കുട്ടികളും ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ കളവായിരുന്നു. പക്ഷെ ഇന്നലെ ഈ പറഞ്ഞത്, അമ്മ ഇന്നഹു ഖദ് സദഖക, നിങ്ങളോട് സത്യമാണ് പറഞ്ഞത്, വഹു കദൂബൻ, മൂപ്പര് ആളൊരു കള്ളനാണ്, കളവ് പറയുന്ന ആൾ, പക്ഷെ ഈ പറഞ്ഞത് സത്യമാണ്. തലവുമൻ തുഖാത്തിബു മുൻദു സലാസി, 3 ദിവസമായിട്ട് നിങ്ങളോട് വർത്താനം പറഞ്ഞ ആളാരാണെന്ന് നിങ്ങൾക്കറിയോ? യാ അബാ ഹുറൈറ. ഖുൽതു ലാ, നബി എനിക്കറിയില്ല. ഖാല ദാക ശൈത്താൻ, അതാണ് പിശാച്. അപ്പോ പിശാച് പോലും പഠിപ്പിച്ചു കൊടുത്തൊരു സംഗതിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞതെന്നാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി വലിയ പ്രയാസം ഉണ്ടാവില്ല. ആയത്തുൽ കുർസി വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ഷർറുകളിൽ നിന്ന് ഒരു അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും നല്ല ഹിഫ്ലാണ്, അത് സംരക്ഷണമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അബീ ദർദാ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങൾ പറഞ്ഞു, മൻ ഹഫിള 10 ആയാത്തി മിൻ അവ്വലി സൂറത്തുൽ കഹഫ്, സൂറത്തുൽ കഹഫിന്റെ ആദ്യത്തിൽ നിന്നുള്ള 10 ആയത്തുകൾ ആരെങ്കിലും കാണാതെ പഠിച്ചാൽ ഉസിമ മിനദ് ദജ്ജാലി, ദജ്ജാലിൽ നിന്ന് സംരക്ഷണം നൽകപ്പെടും. ഫി റിവായത്തിൻ മിൻ ആഖിരി സൂറത്തുൽ കഹഫ്, വേറെ റിവായത്തിലുള്ളത് സൂറത്തുൽ കഹഫിന്റെ അവസാനത്തെ 10 ആയത്തുകൾ എന്നാണ്. ഖുൽ ഇന്നമാ അന ബശറും മിത്ലുക്കും യൂഹാ ഇലയ്യ, ആയത്തിന് തന്നെ പ്രത്യേകതയുണ്ട്. ഇതുപോലെ ഒരുപാട് ഹദീസുകൾ, ഒരുപാട് സൂറത്തുകളുടെയും ആയത്തുകളുടെയും മഹത്വങ്ങൾ പറഞ്ഞു. സൂറത്ത് യാസീന്റെ മഹത്വം പറഞ്ഞു, സജദയുടെ മഹത്വം പറഞ്ഞു, ദുഖാന്റെയും വാഖിയ, സജദ, റഹ്മാൻ തുടങ്ങി പല സൂറത്തുകളുടെയും മഹത്വം പറഞ്ഞത് പാരായണം ചെയ്യുമ്പോൾ, പതിവാക്കുമ്പോൾ, കാണാതെ പഠിക്കുമ്പോഴൊക്കെയുള്ള പുണ്യത്തെക്കുറിച്ച് ഒരുപാട് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളുടെയും സൂറത്തുകളുടെയും ശ്രേഷ്ഠതകൾ വന്നിട്ടുണ്ട്. നമ്മൾ അതിൽപ്പെട്ട ഏതാനും ഹദീസുകളാണ് പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആയത്തുകൾ, ഇത്തരം സൂറത്തുകളെ മഹത്വത്തോടെ കാണാനും ജീവിതത്തിൽ സ്ഥിരമായി പാരായണം ചെയ്യാനും
ആവശ്യ നേരങ്ങളിലൊക്കെ അത് ഉപകാരപ്പെടുന്ന രീതിയിൽ പാരായണം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.